തിരുവനന്തപുരത്തെ ഇടപഴഞ്ഞി ബാലമുരുക ക്ഷേത്രത്തിൽ ക്ഷേത്രവിശ്വാസികളെ സഖാക്കൾ മർദ്ദിച്ചു. ഇതിപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ കാരണം? അതിലെ ഞാൻ മനസ്സിലാക്കിയത് ഇടപഴന്നി എന്നാണ് അതിന്റെ പഴയ പേര്. ഈ പഴനിയുടെ ഇടപഴനിയാണ്. ഇടപഴഞ്ഞിയായതാണ് അത് സംസാര ഭാഷയിൽ. ആ പറയുന്ന ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അവരുടെ ഭരണത്തിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ക്ഷേത്രമുറി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുറിയാണ്. എൻ്റെ ധാരണ അത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസും കൂടി അവിടെയാണെന്ന്. ഇതിപ്പോഴത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ശാസ്താമംഗലത്തിനടുത്തുള്ള സ്ഥലമാണ് ഇത്. ഈ പറയുന്ന സ്ഥലത്ത് അവിടെ പല കുടുംബക്കാരും ഉണ്ട്. കുടുംബക്കാർ തമ്മിലുള്ള സംഘർഷമുണ്ട്, കുടുംബത്തിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ തമ്മിലുള്ള സംഘർഷത്തിനകത്ത് അവിടെയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പരാതി കൊടുക്കുന്നു. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം ക്ഷേത്രത്തിനും മറ്റേ പരാതി കൊടുത്തേ. ഈ ചില നമ്മുടെ ഈ കേരളത്തിലെ ചില പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ സഖാക്കന്മാരായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭരണം നിർവഹിക്കുന്നത് പോലീസ് അസോസിയേഷനാണ്. അസോസിയേഷൻ ഭരണം നടത്തുന്ന സമയത്ത് സഖാക്കളായിരിക്കുന്ന ആളുകൾ ഭരിക്കുന്ന സമയത്ത് ഈ പരാതി കൊടുക്കുന്ന ആൾക്കെതിരായിട്ടാണ് നടപടിയെടുക്കുക. ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. ഈ പരാതി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളുകളെ കയറിയിട്ട് ചോദ്യം ചെയ്യുന്നതും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും ഈ മറ്റേ പ്രതികളായിരിക്കുന്ന ആളുകളാണ്. പ്രതികൾക്ക് എത്ര സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലമാണത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രതികൾ ഇവരെ കയറി ആക്രമിക്കുന്നു. അവർ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്രത്തിൻ്റെ ചേർന്നുള്ള മുറി അതിലാണ് സംരക്ഷണ സമിതിയുടെ ഓഫീസുണ്ട്. ആ ഓഫീസിനകത്തിരിക്കുന്ന ആളുകൾ അതിനേക്ക് ചവിട്ടി പൊളിച്ചാണ് പോലീസ് കടന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അയാളുടെ വരുന്ന വിഭിന്നം കണ്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര്. അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് ചവിട്ടി തുറന്ന് അകത്ത് കിടന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിൽ 3 പേര് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. എന്ന് വെച്ചാൽ നല്ല പരിക്കുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ പോലീസിന് ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വന്ന് ആക്രമിക്കാനുള്ള അനുവാദം ആര് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നമുള്ളത്. ഇതിന് പോലീസിന് അധികാരമുണ്ടോ? പോലീസിന് എവിടേക്ക് വരാം? പോലീസിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം? പരിധി വിട്ട് പോലീസിന് ഇടപെടാമോ? അഥവാ പരാതി കൊടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇടപെടുന്നത്? അതോ പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇടപെടുന്നത്? പോലീസ് ഇപ്പോൾ ഇവിടെ ഇടപെട്ടിരിക്കുന്ന പ്രധാനമായിട്ട് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ്. പോലീസ് എന്തോ സഖാക്കന്മാരെ പോലെയാ പോലീസുകാർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഇവർക്കൊന്നും വിശ്വാസികളെ കാണുമ്പോൾ പോലീസിന്, പ്രത്യേകിച്ച് ഈ 10 വർഷക്കാലത്ത് പോലീസിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് വിശ്വാസികളെ കാണുമ്പോൾ. അപ്പോൾ അവിശ്വാസികളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കലാണ് ഒരു ഉദ്ദേശം. ഇപ്പം നമ്മൾ ശബരിമലയെ കണ്ടല്ലോ. ഇപ്പോൾ എറണാകുളത്തേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന ഒരു വിദ്വാനുണ്ട്. അയാളാണ് അവിടെ കോട്ടയത്തെ എസ് പി എങ്ങണ്ട അയാളത് അവിടെ. അവർക്ക് നേതൃത്വത്തിലാണല്ലോ അവിടേക്ക് ആളുകളെ മറ്റേ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിച്ചത്. ക്ഷേത്രവിശ്വാസമില്ലാത്ത യുവതികളെ പോലീസിൻ്റെ സംരക്ഷണയിൽ തലേ ദിവസം പോലീസുകാർ താമസിപ്പിച്ച് അർദ്ധരാത്രിയോട് കൂടിയിട്ട് പമ്പ വഴിക്ക് അവിടെ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ആവശ്യം ശബരിമലയുടെ ആചാര ലംഘനമാണ് ഇവരുടെ താല്പര്യം. അതുകൊണ്ടാണ് പിന്നെ പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പോലീസിൻ്റെ IG അവിടെ ശബരിമലയിൽ നിന്ന് പൊട്ടിക്കരയുന്നൊരു സംഭവം നമ്മളെ കണ്ടു. അയാളുടെ 2 കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീരാണ് അയാളുടെ ഒഴുകിയത്. കാരണം അയാൾ കാണിച്ച മഹാപാപത്തിൻ്റെ തിക്താനുഭവം ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട പോലീസ് ഓഫീസറാണത്. ഇതൊരു വാർത്തയല്ല. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിക്കവാറും പണി ഇവർ കേറാമൊളികളാണ്. അതിനൊന്ന് കുനിയാനായിട്ട് പിണറായി വിജയൻ പറഞ്ഞാലേ സഖാക്കന്മാർ കുനിയാൻ പറഞ്ഞാൽ എഴയുന്ന ആളുകളാ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആൾ. അതുകൊണ്ടാണ് അയാൾക്ക് പരാതി കൊടുക്കുന്നത്. അയാൾ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുള്ള മാത്രമല്ല പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാദികളായിരിക്കുന്ന ആളുകളുടെ ഓഫീസിലേക്ക് കടന്നു വന്ന് അത് ചവിട്ടിപ്പൊളിച്ച് അവിടെയുള്ള ആളുകൾ ഭീകരമായിട്ട് മർദ്ദിച്ച്. അവിടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകളുണ്ട്, നിരവധി ആളുകളുടെ ഉണ്ട്. അവിടെ മതപാഠശാല നടക്കുന്ന സ്ഥലമാണ്. ഈ മതപാഠശാല ഇവർക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അംഗീകരിക്കാൻ സാധ്യമല്ല. അവിടെ കേരള സർക്കാരിന് അംഗീകരിക്കാൻ സാധ്യമല്ല. മദ്രസകളെ അംഗീകരിക്കാൻ വിരോധമൊന്നുമില്ല. ഈ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസ് ആയിക്കോട്ടെ, ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഓഫീസാണ് അവിടെ ഉള്ളത്, ഈ മതപാഠശാലയുണ്ട്, ഇതിനൊക്കെ അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ മടി? അതിന് കാരണം ഇത് സംഘടിത വോട്ട് ബാങ്ക് അല്ല. ഹിന്ദു ഒരിക്കലും സംഘടിത വോട്ട് ബാങ്ക് അല്ല. ആർക്ക് വേണമെങ്കിലും മെക്കെട്ട് കയറാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. ഈ സ്ഥിതിയായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നത്. 1960കളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മിക്കവാറും അന്ത്യത്തിരിക്ക് നിവൃത്തി ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് സക്രിയമായിട്ട് എല്ലാ ആളുകളും സ്ഥിരമായിട്ട് അവിടെ സപ്താഹങ്ങളും അതേപോലെ തന്നെ ലക്ഷദീപങ്ങളും കൂടിയർച്ചനകളൊക്കെ നടത്തത്തക്ക രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ 10,000 കണക്കിന് ആളുകൾ
ക്ഷേത്രത്തിലേക്ക് നിത്യേന എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളാണ്. ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ തുടർന്നാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം സജീവമായത്. 1964-67 സമയത്ത് ആരംഭിച്ചിരിക്കുന്ന മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയും തുടർന്നുണ്ടായിട്ടുള്ള കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും കേരളത്തിൻ്റെ ദൈവികമായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന ക്ഷേത്ര സംബന്ധമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് മറ്റേ കേവലം സംഘത്തിന് മാത്രമല്ല, RSS മാത്രമൊന്നുമല്ല. ഈ RSSന്റെ പ്രവർത്തകർ തന്നെയല്ലേ ഇപ്പോ അടിയേറ്റ് അതെ, മർദ്ദനമേറ്റ് കിടക്കുന്നത്? മർദ്ദനമേറ്റ് കിടക്കുന്നതിൽ ഭൂരിപക്ഷം പേരും സംഘത്തിന്റെ ആളുകൾ, അത് അടിച്ചിരിക്കുന്ന പോലീസ്. ഈ പരാതി അന്വേഷിക്കാൻ വരുമ്പോ ഇങ്ങനെ ഒരു മർദ്ദനം നടത്തണം എന്നുള്ളത് പോലീസിന് എന്തോ ഒരു ചിട്ടപ്പടിയാണോ? അല്ല, അതിന് കാരണം പോലീസുകാരന് കല്ലേറ് കിട്ടുന്നുണ്ട്. അവിടെ കല്ലേറുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കല്ലെറിഞ്ഞ് മുഴുവൻ സഖാക്കന്മാരാണ്. സഖാക്കന്മാരുടെ കല്ലേറ് കൊണ്ടിട്ടുള്ള പോലീസുകാര് കല്ലേറിനെതിരായിട്ട് നടപടിയെടുക്കുന്ന സംഘപ്രവർത്തകർ, ക്ഷേത്രവിശ്വാസികളുടെ നേർക്കാണ് നടപടിയെടുക്കുന്നത്. കല്ലെറിഞ്ഞവർക്കെതിരെ നടപടിയെടുക്കാതെ അതിന് കഴിവൊന്നുമില്ല ഇയാൾക്ക്. ഈ പറയുന്ന പോലീസുകാരന് ഇതിന് കരുത്തൊന്നുമില്ലല്ലോ, കഴിവൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, അവർ ഭരിക്കുന്നതാരാ? ഈ കല്ലെറിഞ്ഞ ആളുകളാ. കല്ലെറിഞ്ഞ ആളുകളുടെ ഭരണത്തിലുള്ള ആളുകളാണ് കേരളത്തിലെ പോലീസുകാര്. ആ പോലീസുകാർക്ക് അവരെ വലിയ ഭയമാണ്. കാരണം ശമ്പളം കൊടുക്കുന്ന അവരാണ്. അവരുടെ ഏറമൂളികളായിട്ടാണ് പോലീസുകാർ വർത്തിക്കുന്നത്. അതാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ വെറുക്കപ്പെട്ട ആളുകളാണ്. ആ വെറുക്കപ്പെട്ട ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഇതെക്കാലത്തുണ്ടായിരുന്നു. ഒരു ഘട്ടങ്ങളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ച ടിപ്പു സുൽത്താൻ്റെ ഒരു പാരമ്പര്യമാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന പോലീസ് ഓഫീസറെ പോലുള്ള ആളുകൾക്ക്. ഇവർ വസ്തുതകളെ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, മറിച്ച് ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമം നടത്തുന്നു. ഇയാളുടെ പേര് വിപിൻ കണ്ട, അയാളുടെ പേര്, പോലീസ് ഓഫീസറുടെ പേര് ഞാൻ മനസ്സിലാക്കുന്ന അയാൾ ഹിന്ദു ആണെന്നാണ്. അയാൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാതകമാണ് അയാൾ ചെയ്യുന്നത്. സ്വന്തം മതവിശ്വാസത്തിന്, സ്വന്തം ഈശ്വര വിശ്വാസത്തിന് എതിരായിട്ടുള്ള വലിയൊരു പാതകമാണ് ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഏകദേശം പഴയകാലത്ത് IG ഇവിടെ ശബരിമല ചെയ്തത്. നാളെ ഇയാൾ വേണമെങ്കിൽ പൊട്ടിക്കരയാനുള്ള അവസരം ഉണ്ടാക്കും. കാരണം ഇയാൾക്ക് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലൂടെ പാപപരിഹാരം നേടിയെന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ടാവും. ഒരു പാപവും പരിഹരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, RSS കമ്മ്യൂണിസ്റ്റ് സംഘർഷമായിരുന്നുവെങ്കിൽ എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നുള്ളത് RSSന് നല്ല നിശ്ചയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലശ്ശേരിയിലേക്ക് ചെയ്തത് അങ്ങനെയാണ്. പല പോലീസ്, കുമാരസ്വാമിയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരുത്തി നോക്കി. അതേപോലെ തന്നെ ചില ആളുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ബോംബ് കൊണ്ടു നടന്നിട്ടുണ്ട്. ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് RSSകാരൻ നെഞ്ചത്ത് വെച്ചു കൊടുക്കാനുള്ള പരിപാടി നടത്തി. കേരളത്തിലെ 30ഓളം പള്ളികൾ 1971 സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ തച്ച് തകർത്തു, മുസ്ലിം പള്ളികൾ. എന്നിട്ട് പറഞ്ഞു ആ പള്ളികളെ കാത്തത് മുഴുവൻ ഞങ്ങളുടെ, എന്താ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാളാണെന്ന് പറഞ്ഞു. അയാളാണ് അവിടെ പോലീസ് RSSന്റെ ആക്രമണത്തിൽ മരിച്ചെന്ന് പറഞ്ഞു. വസ്തുത, ഈ പറയുന്ന ആളുകൾ കള്ള് കുടിച്ചിട്ട് പണം കൊടുക്കാതെ കണ്ട് ഷാപ്പിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ മരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. തലശ്ശേരിയിൽ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഇടവഴിഞ്ഞ് എന്ന് പറയുന്ന ക്ഷേത്രത്തിനകത്തുണ്ടായിരിക്കുന്ന ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മർദ്ദിച്ച് ഒതുക്കി അവിടെ കമ്മ്യൂണിസം വളർത്താനുള്ള പരിശ്രമത്തിന്റെ അതിൻ്റെ ഒരു ഏജന്റുമാരായിട്ട് പോലീസുകാർ പ്രവർത്തിച്ചാൽ ജനങ്ങൾ ശക്തമായ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ നേരിടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.